ഹായ് ഹലോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കൊട്ടിയം തിരക്കില്ലാതെ ഒന്ന് കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്, കൊല്ലം ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പം തമ്പൂസിന് ഹോസ്പിറ്റലിൽ കാണിക്കണം, അവന് വയറുവേദനയാണെന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, അവ ഹാപ്പി, ഞങ്ങൾ അതിനേറെ ഹാപ്പി. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് മീനും കൂടെ വാങ്ങാം. അപ്പം അവിടെ ചെന്നപ്പോൾ മീൻ ചാളയുണ്ടായിരുന്നു. ചാള ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഞാൻ വാങ്ങത്തില്ല, ചാള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചാള വാങ്ങി. തൊട്ടടുത്ത് തന്നെ കച്ചവടം ചെയ്യുന്ന മാമൻ പറഞ്ഞു ആ മീൻ വാങ്ങാതെ കൊച്ചി അത് കൊള്ളത്തില്ല, ഇത് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിലെത്തി, രാവിലെ പോയതാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചോക്ലേറ്റ് ഒഴിപ്പുണ്ടായിരുന്നു, നമ്മൾ സുജിക്കുട്ടൻ കുറച്ച് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞെടുത്ത് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാൻ. ഇങ്ങനെയാണ് കേട്ടോ മുട്ടായിരിക്കുന്നത്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റും ഈത്തപ്പഴവും കേട്ടോ. പിന്നെ എൻ്റെ ഉള്ളിൽ ബദാം ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. നമ്മൾ രാവിലെ പോയതാണ് ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് മീനൊക്കെ വൃത്തിയാക്കി കറിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചോറ് കഴിക്കാനുള്ളൊരു വിപ്രതിയാണ് എനിക്ക്. ഈ അടുക്കളയിൽ കിടന്ന് മേയുമ്പോൾ ഞാൻ ആലോചിക്കും പഴയ കുറച്ച് കാര്യം. നമുക്ക് എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങൾ കാണും അല്ലേ? അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഒരാഗ്രഹം എന്നല്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഡാൻസിന് പോകുമായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ഡാൻസിന് പോകുമായിരുന്നു, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസിനൊക്കെ പോകുമായിരുന്നു. അന്ന് ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും എന്നൊരു വിചാരമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ, പിന്നെ ഹസ്ബൻഡ്, അവരെ ജീവിതമായി, അവർക്ക് വേണ്ടി അങ്ങ് ജീവിച്ചു. അപ്പം നമ്മൾ സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെച്ച് രൂപവും കോലവും ഒക്കെ മാറി അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അല്ല, നമ്മൾ ചാള പൊരിക്കുന്നതിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്? നമ്മൾ എങ്ങോട്ടോ പോയി, അതൊക്കെ അങ്ങ് മായ്ച്ച് കളഞ്ഞേരം. മോര് കാച്ചിയാലോ? കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി ഇട്ടുകൊണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ഇടാം. ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകമാണ് ഇടുന്നത്. കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് മിക്സിയിൽ അടിച്ചിരിക്കുന്ന തേങ്ങയും തൈരും ഇതെല്ലാം കൂടി അതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഒഴിച്ചെറി റെഡി. അപ്പം നല്ല കുറുകി വെച്ച നല്ല അടിപൊളി ഒഴിച്ചെറിയാണ്. അപ്പം നമുക്ക് ഒഴിച്ചെറിയും കൂട്ടി ചോറ് കഴിച്ചാലോ? കുറച്ച് ചോറും കുറച്ച് ഒഴിച്ചേറി, പിന്നെ നമ്മളെ മത്തങ്ങ എലിശ്ശേരി ഉണ്ടായിരുന്നു, ഒരു പൊരിച്ചമീൻ, കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി വിശാലമായിട്ട് ഞാൻ കഴിക്കട്ടെ. എൻ്റെ തക്കുടുമോ സ്കൂളിൽ പോയേക്കണം, അവനെ വിളിക്കാനായിട്ട് പോകണം, പെട്ടെന്ന് കഴിച്ചിട്ട് പോകാം. ഇന്ന് ഒരുപാട് താമസിച്ച് പോയി. അപ്പോൾ അവിടെ പോയി പോസ്റ്റായി നിന്ന് കേട്ടോ, കാരണം ഇന്നെന്തോ താമസിച്ചാണ് സ്കൂൾ വിട്ടത്. നല്ല മഴയുണ്ടായിരുന്നു. ചില സമയത്ത് മഴയില്ലായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം നനഞ്ഞു പോകുമായിരുന്നു, എൻ്റെ കുട്ടിയും നനഞ്ഞ് കുതിർന്ന് വന്നു. അപ്പോൾ ഇന്നത്തെ എന്നൊക്കെ പറഞ്ഞു, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ. എൻ്റെ തന്നെ അത് ആണ്.